അങ്ങനെ പഴനി യാത്ര കഴിഞ്ഞതിന് ശേഷം അടുത്ത തൊട്ട് പിന്നാലെ തന്നെയുള്ള യാത്രയ്ക്കുള്ള കോട്ടിടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഭയങ്കര മഴയും അതുപോലെ നല്ല തണുപ്പുമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കോട്ടെല്ലാം ഇട്ടത്. പിന്നെ 1:30ക്ക് തന്നെ റെഡിയായി കുളിച്ച് റെഡിയായി സെറ്റായിട്ട് വന്നിട്ട് മുടിയൊക്കെ ചീകുന്ന ആ ഒരു വീഡിയോ കണ്ണൻ എടുത്തു തന്നിട്ട്. കാരണം ഇന്ന് എൻ്റെ കൂടെ നേരത്തെ തന്നെ എണീറ്റെല്ലാം റെഡിയാക്കിയൊക്കെ എന്നെ നല്ല ഹെൽപ്പാക്കുകയൊക്കെ ചെയ്ത്. വേറെ എങ്ങോട്ടുമല്ല പോകുന്നത്, ഈ ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഡോർ ഡെലിവറി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. എൻ്റെ ഫ്രണ്ട് അനന്തു ഓസ്ട്രേലിയയിലാണ് പുള്ളിക്കാരൻ. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര റിലേഷൻഷിപ്പാന്ന് തോന്നുന്നു അവർ തമ്മിൽ. വെച്ചാൽ ഭയങ്കര കൂട്ടാണെന്നോ എനിക്ക് ഫീൽ ചെയ്യും. അവൻ എപ്പോഴും ഇപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആളെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവൻ്റെ ഭയങ്കരമായ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് ആ ആളുടെ. അപ്പോൾ പുള്ളിക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വളരെ സർപ്രൈസായിട്ട് നേരത്തെ തന്നെ ഒരു 1.5 മാസം മുന്നേ പറഞ്ഞിരുന്നതാണ് കൊടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇതുപോലെ കാറിന് പോകണ്ട, ബസ്സിന് പോവാം, ഞാനും ചിന്നും കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തിനാണ് വെറുതെ ബസ്സിനാക്കുന്നത്, അതും ഈ സാധനം എല്ലാം പിടിച്ചു പോകുമ്പോൾ അത് കുറച്ച് റിസ്ക് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ രണ്ടുപേരും കൂടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫുള്ളായിട്ട് ഈ ഹാമ്പർ ഡെലിവറി ചെയ്യാൻ പോകുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ലൈഫിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബസമേതം പോകുക എന്നൊക്കെ പറയുന്ന അടിപൊളി പരിപാടിയല്ലേ. ചിലർക്ക് അടിപൊളിയായിരിക്കും, എനിക്കെന്തായാലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം ആ ഒരു ഏരിയയിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഒരു 6:30 ആയപ്പോൾ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ദേ നമ്മുടെ ലുലു മോൾ, ഏറ്റവും വലിയ ലുലു മോൾ ഇതാണെന്ന് പറഞ്ഞിട്ട് കണ്ണൻ എന്നെ കാണിച്ചത്. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. ഇവിടെ ഇതുവരെ കയറിയിട്ടില്ല, ഇന്നലെയും കയറാനൊന്നും പറ്റിയില്ല. ഇന്നലെയാണ് കേട്ടോ ഞങ്ങൾ പോയതിന് അന്ന് തന്നെ വീഡിയോ ഇടുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇന്ന് വന്നതിന് ശേഷം പതുക്കെ റെഡിയായി എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നതാണ്. പിന്നെ ഈ ഹാമ്പറുമായിട്ട് ഞങ്ങൾ കുറേ അങ്ങോട്ട് കറങ്ങി. കാരണം അഡ്രസ്സ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നാട്ടുകാരോട് മൊത്തം ചോദിച്ച് അവസാനം കറങ്ങി തിരിഞ്ഞ് പയ്യൻ്റെ വീട്ടിൽ നമ്മളെത്തിയിട്ടാണ്. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാനിതിൻ്റെ ഇപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതാണല്ലോ, ആ ഓൺ വോയിസിൽ ആ ടൈമിലുള്ള ഒരു വോയിസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ടൈമിലുള്ള വോയിസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ച് വന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇടാമെന്ന് കരുതി. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടയുള്ള വീടാണെന്ന് പറഞ്ഞു, പക്ഷേ ഇത് തന്നെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മറഞ്ഞു നിന്നിട്ട് കണ്ണനെ വിട്ട് ചോദിപ്പിച്ചതല്ലേന്ന്. അപ്പോൾ ആ ചെക്കനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ ഫോട്ടോ എന്നെ കാണിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി ആളിത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊച്ചിനെ കാണുന്നത്. അപ്പം ഇതെല്ലാം കൊടുത്തു, അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കറങ്ങി ഞങ്ങൾ, പിന്നെ കുഴപ്പമില്ലെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ ഒരു കപ്പ് ചായ കുടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ചായയും കുടിച്ചു. അങ്ങനെ ഹാമ്പറും കൊടുത്ത് ഒരു കപ്പ് ചായയും കുടിച്ചു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ കുറേ സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്, ഓൾറെഡി നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട് കറങ്ങണം എന്ന്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ കറങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ കുറച്ച് സ്ഥലങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നാൽ കറങ്ങാം എന്നൊക്കെ ഉള്ള പ്ലാൻ നമ്മുടെ മനസ്സിൽ ഓൾറെഡി അതാണല്ലോ. എന്തായാലും ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോളിഡേ ഫുള്ളുണ്ട്, എന്നാൽ നമുക്ക് അങ്ങനെ വല്ലതും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അവന് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ് അങ്ങനെ പൂച്ചക്കുട്ടിയും അവനും അവൻ്റെ ഉമ്മയും കൂടി ഞങ്ങൾ യാത്രയാക്കി. യാത്ര കഴിയുന്നില്ല, തുടരുകയാണ്.